ഒരു സമുദായങ്ങളെ പ്രീണിപ്പിക്കാൻ ഒരു പാർട്ടി ശ്രമിക്കുന്നുണ്ടെങ്കിൽ ആ സമുദായ പ്രീണനം തെറ്റാണ്. ഒരു മതേതര പാർട്ടി അല്ലെങ്കിൽ ജാതികൾക്ക് അതീതമായൊരു പാർട്ടി അത് ചെയ്തുകൂടാ എന്ന് പറയാനുള്ള ആളുകളുടെ എണ്ണം നിശ്ചയമായിട്ടും കുറഞ്ഞു വരുന്നുണ്ട്. അത് വളരെ ഭയപ്പെടുത്തുന്ന ഒരു സൂചനയാണ്. സാമുദായിക പ്രീണനം ഞാൻ വളരെ ബോധപൂർവം തന്നെ പറഞ്ഞാണ്. സമുദായങ്ങളെ, ഭൂരിപക്ഷ സമുദായങ്ങളെ അല്ലെങ്കിൽ ധാരാളം വോട്ടുള്ള സമുദായങ്ങളെ പ്രീണിപ്പിക്കാനുള്ള വഴിവിട്ട ശ്രമങ്ങൾ നടന്ന ഒരു കാലത്താണ് നാം ജീവിക്കുന്നത്. പലപ്പോഴും നാരായണ ഗുരുവിൻ്റെ ആദർശങ്ങൾക്ക് നേരെ വിരുദ്ധമായി ജീവിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന ആളുകളെയൊക്കെ സന്തോഷിപ്പിക്കാൻ ശ്രമിക്കുക. വോട്ടിന് വേണ്ടി മാത്രം അവരെ ശ്രീനാരായണ ഗുരുവിനേക്കാളും വലിയ ആളുകളാണെന്നുള്ള മട്ടിൽ പറയുക. ഇത് നീചമാണ്. അത് വളരെ ഏറ്റവും ഒരു വലിയ അധപ്പതനത്തിൻ്റെ ലക്ഷണമായിട്ടാണ് ഞാൻ കാണുന്നത്. അതുപോലെ ന്യൂനപക്ഷത്തിന് വേണ്ട പോലെ പിന്തുണ നൽകാതിരിക്കുക. ഞാൻ ന്യൂനപക്ഷ വർഗീയതയെക്കുറിച്ചല്ല പറയുന്നത്. വർഗീയത എല്ലാ പക്ഷങ്ങളിലും ഉണ്ട്. വർഗീയമല്ലാത്തൊരു വലിയ ന്യൂനപക്ഷം കേരളത്തിലുണ്ട്. വാസ്തവത്തിൽ കേരളത്തിൻ്റെ ന്യൂനപക്ഷത്തിൻ്റെ ഒരു വലിയ ഭാഗം വർഗീയവാദികളല്ല. അവർ മറ്റ് മതങ്ങളുമൊക്കെ ആയിട്ട് സൗഹൃദത്തിൽ ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളാണ്. ആ തരത്തിലുള്ള ന്യൂനപക്ഷത്തെ പിന്തുണയ്ക്കുക എന്നുള്ളത് പ്രത്യേകിച്ചും ഈ ഹിന്ദുത്വ നേതൃത്വത്തിൻ്റെ ഒരു കാലത്ത് അവരുടെ അടിസ്ഥാനപരമായൊരു കടമയാണ്. കമ്മ്യൂണിസ്റ്റുകാരുടെ അല്ലെങ്കിൽ സോഷ്യലിസത്തിൽ വിശ്വസിക്കുന്ന ആളുകളുടെ അടിസ്ഥാനപരമായൊരു കടമയാണ്.